ബി ഇർറീപ്ലേസബിൾ അറ്റ് വാട്ട് എവർ യു ഡു, അല്ലെങ്കിൽ ഹൗ ടു ബി ഇർറീപ്ലേസബിൾ അറ്റ് യുവർ വർക്ക്. അതാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വർക്ക് ഹാർഡ് ഓൺ യുവർ സെൽഫ്. നിങ്ങൾ വർക്ക് ചെയ്യേണ്ടത് നിങ്ങളിലായിരിക്കണം. നീ വർക്ക് ചെയ്യേണ്ടത് നിന്റെ സ്കില്ലിലായിരിക്കണം. നീ വർക്ക് ചെയ്യേണ്ടത് നിന്റെ എബിലിറ്റി ടു ലേൺ ആയിരിക്കണം. നീ വർക്ക് ചെയ്യേണ്ടത് നിന്റെ, ഇപ്പം നിനക്ക് ചിലപ്പോൾ ഏതെങ്കിലും ഒരു കാര്യത്തിനോട് ഒരു പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും, അതിലായിരിക്കണം നീ വർക്ക് ചെയ്യേണ്ടത്. നിനക്ക് ഇഷ്ടമുള്ളൊരു കാര്യത്തിൽ വർക്ക് ചെയ്യുമ്പോൾ ഒന്നാമത്തെ കാര്യം, നിനക്കതൊരു വർക്കല്ല. നീ അപ്പം തന്നെ അവിടെ എന്ത് ബ്രേക്ക് ചെയ്തോ? കോമ്പറ്റീഷൻ ബ്രേക്ക് ചെയ്തു, എലിമിനേറ്റ് ചെയ്തു. കോമ്പറ്റീഷൻ ഇല്ല അവിടെ. കാരണം ബാക്കിയുള്ളവർക്ക് അതൊരു വർക്കായിട്ട് ചെയ്യുമ്പോൾ നീ അവിടെ എന്തായിട്ട് ചെയ്യുന്നത്? നിനക്കത് ഫണ്ണാണ്, നിനക്കതൊരു ആക്ടിവിറ്റിയാണ്. അവിടെ യു ഹാവ് ഓൾറെഡി വോൺ. ഓക്കെ. പിന്നെ വർക്ക് ഹാർഡ് ഓൺ യുവർ സെൽഫ് പറയുമ്പോൾ, നിങ്ങളെപ്പോഴും നിങ്ങളുടെ മൈൻഡ് സെറ്റ്, നിങ്ങളുടെ ഹെൽത്ത്, നിങ്ങളുടെ വെൽത്ത്, നിങ്ങളുടെ അങ്ങനെ നിന്റെ ലൈഫിലുള്ള എല്ലാ ആസ്പെക്റ്റിലും നീ വർക്ക് ചെയ്ത് നോക്കുക. നോട്ട് ജസ്റ്റ് വൺ. ഹെൽത്ത് മാത്രം നോക്കുക അല്ലെങ്കിൽ വർക്ക് മാത്രം നോക്കുക എന്നല്ല, ഇതിലെല്ലാത്തിലും ഓവറോൾ ഒരു ഗ്രോത്ത് കൊണ്ടുവരാൻ നോക്കുക. അപ്പം അത് ഓട്ടോമാറ്റിക്കലി എന്താവും? നമ്മുടെ വർക്കിലും നമ്മുടെ ബിസിനസ്സിലും നമ്മൾ എന്താണോ ചെയ്യുന്നത് അതിൽ റിഫ്ലക്റ്റ് ആവാൻ തുടങ്ങും. ഓക്കെ. പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലേൺ ടു മാർക്കറ്റ് യുവർ സെൽഫ്. നിങ്ങൾ നിങ്ങളെ തന്നെ എങ്ങനെ മാർക്കറ്റ് ചെയ്യുന്നു, നിങ്ങൾ ഹൗ യു പെർsuade പീപ്പിൾ, ഹൗ യു കണക്ട് ആൻഡ് ടോക്ക് വിത്ത് പീപ്പിൾ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം വെദർ ഇഫ് യു ആർ ഇൻ എ ജോബ് ഓർ ഇൻ എ ബിസിനസ്, ഇറ്റ്സ് ഓൾ അബൌട്ട് പീപ്പിൾ, അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങളൊരു കമ്പനിയിൽ വർക്ക് ചെയ്യാണ്. യുവർ റിലേഷൻഷിപ്പ് വിത്ത് യുവർ ബോസ്, യുവർ കൊളീഗ്സ്, എവറിത്തിങ് ഇസ് ഗോണ അഫക്റ്റ് വെൻ യു ആർ ഇൻ എ കമ്പനി, അല്ലേ? നിങ്ങളെങ്ങനെ അവരോട് പെരുമാറുന്നു, എങ്ങനെ സംസാരിക്കുന്നു, എങ്ങനെ ഇൻട്രാക്ട് ചെയ്യുന്നു, അതൊക്കെ അവർ ശ്രദ്ധിക്കും. അതൊക്കെ നമ്മൾ എങ്ങനെയാണോ അതിനുള്ള റിസൾട്ട്സ് നമുക്ക് കിട്ടുകയും ചെയ്യും. ഓക്കെ. അപ്പോൾ അതിലൊന്ന് വർക്ക് ചെയ്യാം. അത് എങ്ങനെ ബെറ്റർ ആക്കാന്നുള്ളത് നോക്കുക. ബുക്കുകൾ വായിക്കാം, ഹൗ ടു വിൻ ഫ്രണ്ട്സ് ആൻഡ് ഇൻഫ്ലുവൻസ് പീപ്പിൾ. അതിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിലൊരു പോയിന്റ് ഞാൻ പറയാം. ലിസൺ. If you want someone else to be interested in you, you should first be interested in them. അതായത് നിങ്ങൾ അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ ഇൻട്രസ്റ്റ് കാണിക്കുക, which most of the people don't do. കേട്ടാ പോരാ, എല്ലാവരും കേൾക്കുമായിരിക്കും. ലിസൺ ഇസ് നോട്ട് ഹിയറിങ്. ലിസൺ മീൻസ് അവർ പറയുന്നത് വാട്ട് ദേ മീൻ, അത് നമുക്ക് കിട്ടണം. അവരെന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് അത് കേട്ടിട്ട് ഒരു റിപ്ലൈ കൊടുക്കണമല്ലോ വിചാരിച്ചിട്ട് റിപ്ലൈ കൊടുക്കാണ്ട് ജെന്യൂൻ ആയിട്ടുള്ള ഫീഡ്ബാക്ക് അല്ലെങ്കിൽ റിപ്ലൈ കൊടുക്കാം. ഓക്കെ. അപ്പോൾ പീപ്പിൾ വിൽ ടേക്ക് യു സീരിയസ്ലി. പീപ്പിൾ വിൽ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് യു ആർ ഗുഡ് ലിസ്ണർ. അപ്പോൾ അവർക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ തോന്നും. ഒന്നും കേൾക്കാത്ത ആരോടെങ്കിലും പോയിട്ട് എന്തെങ്കിലും പറയുകയാണോ നിങ്ങൾ ചെയ്യുക, എന്തെങ്കിലുമൊക്കെ ശ്രദ്ധിക്കുന്ന ഒരാളടുത്താണ് പോയിട്ട് പറയുക. യു വാണ്ട് ടു ഫീൽ that you are cared, that you are listened, right? അതുപോലെ തന്നെ എല്ലാവരും ബാക്കിയുള്ളവരും. അപ്പോൾ നമ്മൾ അവർക്ക് കെയർ ചെയ്യേണ്ടത്, നമ്മൾ ലിസൺ ചെയ്യേണ്ടത് അവർ കാണിച്ചു കൊടുക്കുക. ഓക്കെ. അപ്പോൾ അത് നമ്മളെ മാർക്കറ്റ് ചെയ്യുന്നതിൻ്റെ ഒക്കെ ഒരു ഭാഗമാണ് നമ്മളെ തന്നെ. അപ്പോൾ ലേൺ ടു മാർക്കറ്റ് യുവർ സെൽഫ്, ലേൺ ടു സെൽ യുവർ സെൽഫ്. കാരണം നമ്മളെപ്പോഴും ഒന്നല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് സെല് ചെയ്യണം, അല്ലെങ്കിൽ നമ്മളൊരു സർവീസ് സെല് ചെയ്യണം, അല്ലെങ്കിൽ നമ്മളെ സെല് ചെയ്യണം. നമ്മളെ സെല് ചെയ്യുന്ന വെച്ചാൽ നമ്മളടുത്ത് വിൽക്കാന്നല്ല. ഹൗ വി മാർക്കറ്റ് അവർ സെൽസ്. നമ്മൾ എങ്ങനെയാണ് ബാക്കിയുള്ളവർ നമ്മളെ പെർസീവ് ചെയ്യുന്നതെന്ന് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മളെങ്ങനെയാണ് നമ്മളെ പെർസീവ് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് കൺട്രോൾ ചെയ്യാറോ. അത് ലേറ്റർ ഓൺ അവരിലേക്കും മെല്ലെ ഗ്രാജുവലി ആവും. ദേ വിൽ ക്യാച്ച് അപ്പ്. ആദ്യം നിങ്ങൾ ആവണം, അവർ മെല്ലെ ആയിക്കോളും. ഓക്കെ. പിന്നെ
പാഷൻ, നിങ്ങളുടെ പാഷൻ നിങ്ങൾ ചെയ്യുന്ന വർക്കായിട്ട് അലൈൻ ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്തുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫീൽഡാണോ നോക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ പാഷൻ എന്താണെന്ന് അറിയില്ലെങ്കിൽ കണ്ടുപിടിക്കുക. ഇത് ആരും പറഞ്ഞു തരില്ല. ഏതെങ്കിലും ഒരു ടെക്സ്റ്റ് എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സാധനം എടുക്കുക, നിങ്ങൾ എൻജോയ് ചെയ്യുന്ന അതിലൊരു 6 month വർക്ക് ചെയ്ത് നോക്കുക. ഇഫ് യു ആർ ഫീലിംഗ് ഹാപ്പി ഡ്യൂറിങ് ദാറ്റ് പീരീഡ്, ദാറ്റ്സ് യുവർ തിങ്, ഗോ ഫോർ ഇറ്റ്. അതല്ലാന്നുണ്ടെങ്കിൽ സ്വിച്ച് ചെയ്യാം. സമയം കളയരുത്, സ്വിച്ച് ചെയ്യുക, അടുത്ത പരിപാടി നോക്കുക. ഓക്കെ, അപ്പം ഏതിലേലൊന്ന് നിങ്ങൾ ഒന്ന് സ്റ്റക്കാവും, അല്ലെങ്കിൽ ഒന്ന് നിങ്ങൾക്ക് അവിടെ ഒരു പിടുത്തം കിട്ടും, ഒരു ട്രാക്ഷൻ കിട്ടും. അപ്പോൾ യു വിൽ ഗെറ്റ് ടു നോ ദാറ്റ് ഈസ് യുവർ ഗോ ടു പ്ലേസ്. പിന്നെ നിങ്ങൾ കണ്ടുപിടിച്ചു നിങ്ങൾക്ക് വേണ്ട കരിയർ ഏതാണ്, അല്ലെങ്കിൽ ജോലി ഏതാണ്, അല്ലെങ്കിൽ ബിസിനസ് എന്താണെന്ന് കണ്ടുപിടിച്ചു. അപ്പോഴും നമ്മൾ എന്താവരുത്, കുറച്ച് കഴിയുമ്പോൾ നമ്മളെ റീപ്ലേസ് ചെയ്യാൻ പറ്റരുത്. അതിനെന്താ ചെയ്യണ്ടേ? അതിന് വി ഹാവ് ടു ഡു വിത്ത് എ ഗുഡ് എമൗണ്ട് ഓഫ് വോളിയം ഓർ റെപ്പിറ്റേഷൻ. അതായത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഓവർ എ ലോങ് പീരീഡ് ഓഫ് ടൈം നിങ്ങളത് ചെയ്യണം. അപ്പോഴേ അതിൻ്റെ നിങ്ങൾക്ക് ഒരു കോമ്പൗണ്ട് എഫക്റ്റ് അവിടെ വർക്കാവുള്ളൂ. വേൾഡിലെ 8th വണ്ടർ എന്താ? കോമ്പൗണ്ടിങ്, ദി മാജിക് ഓഫ് കോമ്പൗണ്ടിങ്. അത് നിങ്ങൾക്ക് പറഞ്ഞു തന്നാൽ മനസ്സിലാവില്ല. ഇറ്റ് വർക്ക്സ് വെരി വെൽ ഇൻ മണി ടേംസിൽ വർക്കാവും, ഗോൾസ് സെറ്റ് ചെയ്യുന്നതിൽ വർക്കാവും, ഹെൽത്തിൽ വർക്കാവും. നിങ്ങൾക്ക് നാളെ 6 pack ആണെന്ന് വിചാരിച്ചാൽ നാളെ കിട്ടൂല. ഇറ്റ്സ് എവറി ഡേ ഒരു 30 minutes നിങ്ങൾക്ക് ജിമ്മിൽ പോയിട്ട് നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ വൺ ഡേ യു വിൽ ബി ഫിറ്റ്. അത്രേ ഉള്ളൂ. അപ്പോൾ കൺസിസ്റ്റൻസി ഫോർ എ ലോങ് പീരീഡ് ഓഫ് ടൈം. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡു മോർ ദാൻ വാട്ട് യു ആർ പെയ്ഡ് ഫോർ. നിങ്ങൾക്ക് തരുന്ന സാലറിയോ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ബിസിനസ് നിങ്ങൾക്ക് കിട്ടുന്ന ഇൻകമോ നോക്കിയിട്ട് നിങ്ങൾ അതിലേക്ക് ഇടുന്ന ഇൻപുട്ട് തീരുമാനിക്കരുത്. നിങ്ങൾ മാക്സിമം 200% കൊടുക്കുക. അപ്പോൾ അതിനുള്ള റിസൾട്ട് അപ്പോൾ വന്നില്ലെങ്കിലും കുറച്ച് കഴിയുമ്പോൾ അത് വരും. ഓക്കെ, അപ്പം നിങ്ങൾ തന്നെ നിങ്ങൾ അതിൽ വിശ്വസിക്കണം, കുറച്ച് കഴിയുമ്പോൾ വരുന്നുള്ളത്. ഐ ഡോണ്ട് ബിലീവ്, ഐ നോ നമുക്ക് റിസൾട്ട്സ് കണ്ടിട്ട് നമുക്ക് ബിലീവ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഇറ്റ്സ് ദി അതർ വേ അറൗണ്ട്. നിങ്ങൾ ആദ്യം വിശ്വസിക്കണം, അപ്പോൾ റിസൾട്ട്സ് വരും. ഓക്കെ, ഇത് എത്ര എംഫസൈസ് ചെയ്താലും നിങ്ങൾക്ക് പറഞ്ഞു തരാൻ മനസ്സിലാവില്ല. യു ഷുഡ് ഫീൽ ഇറ്റ് വൺസ് അറ്റ് ലീസ്റ്റ്, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും, ഫസ്റ്റ് ലേൺ ദെൻ ഏൺ. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഇഫ് യു ആർ ഇൻ യുവർ 20s, ഇനീഷ്യൽ ഇയേഴ്സ് നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യണം, ഫോക്കസ് ചെയ്യണ്ടേ? അല്ലെങ്കിൽ ടീനേജ് ഇയേഴ്സ് ആണെങ്കിലും നിങ്ങൾ ഇനീഷ്യലി നിങ്ങൾ ലേൺ ചെയ്യാൻ, പുതിയ കാര്യങ്ങൾ പഠിക്കാൻ, എക്സ്പീരിയൻസ് ചെയ്യാനാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അതിനു വേണ്ടി ചെയ്യുന്ന ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒക്കെ നിങ്ങൾ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് തന്നെ കണ്ടോ. ബിക്കോസ് ദ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് വിൽ ബി ഹ്യൂജ് ആഫ്റ്റർ എ കപ്പിൾ ഓഫ് ഇയേഴ്സ്. നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ വാങ്ങിയ പുസ്തകങ്ങൾ, നോട്ട് ടോക്കിംഗ് അബൌട്ട് ദ ബുക്സ് യു ബോട്ട് ഫ്രം കോളേജ്, അത് കഴിഞ്ഞിട്ട് വാങ്ങിയത്, the books, the places you went to travel, the experiences you had which other people don't get to have every time. അങ്ങനെയുള്ള ഇവൻറ്റ്സ്, സിറ്റുവേഷൻസ്, അതിനെ വാല്യൂ ചെയ്യാം. കാരണം അതിൻ്റെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഹൈ ആണ്. പിന്നെ നിങ്ങൾ പഠിക്കുന്നുണ്ടെന്ന് ചിലപ്പോൾ മേ ബി നിങ്ങൾക്ക് ആ മൊമെൻറ്റിൽ മനസ്സിലാവില്ല, പക്ഷെ നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ യു വിൽ റിയലൈസ്, ഓക്കെ അതെനിക്കൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പം അത് is immensely valuable. Okay, അപ്പോൾ never stop learning. The day you stop learning is basically your death. Is the day you stop earning. Okay, പിന്നെ the last and final, get specific knowledge. സ്പെസിഫിക് നോളജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും നമുക്ക് എല്ലാവർക്കും ഇൻ്റർനെറ്റിന് ആക്സസ് ഉണ്ട്, എത്ര പേര് അത് പൈസ അതിലേക്ക് ഇടുന്നുണ്ട്, അല്ലെങ്കിൽ എത്ര പേർക്ക് തിരിച്ച് കിട്ടുന്നുണ്ട്?
ഉം. എത്ര പേര് ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യുന്നുണ്ട്? നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് എല്ലാവരും. പക്ഷെ അതിന്ന് എത്ര ആൾക്കാർ അതിന്ന് പൈസ ഉണ്ടാക്കുന്നുണ്ട്? നിങ്ങൾ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? അപ്പൊ നമ്മളെല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കൺസ്യൂമർ മൈൻഡ് സെറ്റിലൂടെയാണ്. നമുക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കിട്ടുമ്പോൾ നമ്മളോട് ചോദിക്കില്ലേ, എന്താ വാങ്ങാൻ? 18 വയസ്സ് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഇത്ര വയസ്സാകുമ്പോൾ നിനക്ക് കുറെ പൈസ ഞാൻ തന്നു, നീ എന്താ ആദ്യം വാങ്ങാ? അവിടെ തന്നെ കണ്ടില്ലേ, നമുക്ക് എന്താ വാങ്ങണ്ടേ? എപ്പോഴും വാങ്ങുക, കൺസ്യൂം ചെയ്യുക. നമ്മളെ സൊസൈറ്റി ഒരു കൺസ്യൂമർ ആക്കി. നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു പ്രൊഡ്യൂസർ അല്ലെങ്കിൽ ആ ഒരു ക്രിയേറ്ററിനെ നശിപ്പിച്ചു. അപ്പൊ നമുക്കതെങ്ങനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും? സ്റ്റോപ്പ് കൺസ്യൂമിങ് ജങ്ക് items, whether it be food, content, anything that is junk. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു അർത്ഥമില്ല, ഒരു ആവശ്യമില്ല, നാളേക്ക് നിങ്ങൾക്ക് ഒരു ഗുണമില്ലാത്ത കാര്യങ്ങളാണെങ്കിൽ കാണരുത്, കഴിക്കരുത്. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ. പിന്നെ സ്പെസിഫിക് നോളജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും അത് എന്താ പറയുക, ഒരു യൂട്യൂബ് വീഡിയോ കണ്ടിട്ടോ ഒന്നും നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്തെടുക്കാൻ പറ്റൂല. സ്പെസിഫിക് നോളജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് കനോട്ട് ബി ട്രെയിൻഡ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും തന്നെ പോയിരുന്ന് ഒരു ദിവസം കൊണ്ട് ഉണ്ടാകുന്ന സാധനമല്ല. ടൈം എടുത്ത് നിങ്ങളൊരു കാര്യത്തിൽ വർക്ക് ചെയ്ത് അല്ലെങ്കിൽ ഒരു സ്റ്റാക്കിൽ അല്ലെങ്കിൽ ഒരു ഫീൽഡിൽ കുറേ ഇയേഴ്സ് നിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നതാണ് സ്പെസിഫിക് നോളജ്. അത് നിങ്ങൾക്ക് ഒരു ദിവസം കൊണ്ട് വേറൊരാൾക്ക് കൊടുക്കാൻ പറ്റില്ല. അങ്ങനത്തെ സ്കിൽസ് അല്ലെങ്കിൽ അങ്ങനത്തെ ഫീൽഡ് ആകുമ്പോൾ ഇറീപ്ലേസബിൾ ആണ്. ആർക്കും അത് പെട്ടെന്ന് നാളെ വന്ന് റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് ചെയ്തു നോക്കും. ആൻഡ് നോ വൺ ക്യാൻ എവർ ബീറ്റ് യു ഇൻ വാട്ട് യു ആർ ഡൂയിങ്. പിന്നെ ലാസ്റ്റായിട്ട് ഒരു ടിപ്പ് കൂടെ ഞാൻ പറഞ്ഞുതരാം. ഇഫ് യു ഹാവൻ റെഡ് ദ ബുക്ക് ബിൽഡ് ഡോണ്ട് ടോക്ക് ബൈ രാജ് ശമാനി, അത് നല്ലൊരു പുസ്തകമാണ്, നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. ഈസ് എ പോഡ്കാസ്റ്റർ ബേസിക്കലി. അപ്പോൾ ആളുടെ വീഡിയോസൊക്കെ ഞാൻ കാണുന്നുണ്ട്. പക്ഷെ എനിക്ക് മനസ്സിലായൊരു കാര്യം, ഹീസ് എൻ ഇന്ത്യൻ യൂട്യൂബർ, പോഡ്കാസ്റ്റർ, ക്രിയേറ്റർ, ബട്ട് ഹീ ഗ്രൂ സോ ഫാസ്റ്റ് ദാറ്റ് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഐ തിങ്ക് ഹി ഹാവ് 1 crore സബ്സ്ക്രൈബേഴ്സ് ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. അപ്പോൾ ആ ഒരു ലെവൽ ഓഫ് ഗ്രോത്ത് ഞാൻ എന്താ പറയുക, കമ്പയർ ചെയ്യല്ല. പക്ഷെ പുറത്തുള്ള വേറെ കുറേ യൂട്യൂബേഴ്സ് ഉണ്ട് ഇതിനേക്കാളും അദ്ദേഹത്തിനേക്കാളും ഫേമസ് ആയിട്ടുള്ള. അവർക്ക് പോലും അത്ര സബ്സ്ക്രൈബേഴ്സ് ഇല്ല. ഞാൻ ഇടയ്ക്ക് ഞെട്ടിപ്പോയിട്ടുണ്ട്. 10 million സബ്സ്ക്രൈബേഴ്സ്. ഹോളി ഫക്ക്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കുക. അപ്പം അയാളുടെ ഒരു മൈൻഡ് സെറ്റ് എനിക്ക് നോക്കിയപ്പോൾ മനസ്സിലായത്, ആൾ ബേസിക്കലി അയാളെ 20s കുറേ സ്പോർട്സ് ട്രൈ ചെയ്തിട്ടുണ്ട്. ഇനീഷ്യലി അയാളെ കരിയറൊക്കെ ഫിഗർ ഔട്ട് ചെയ്യുന്ന ടൈമിൽ അപ്പം എല്ലാ സ്പോർട്സും ട്രൈ ചെയ്തിട്ട് അയാൾക്ക് ഉണ്ടായ ഒരു ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, എല്ലാ സ്പോർട്സിൻ്റെ റൂൾസും ഗെയിംസും കളിക്കേണ്ട അങ്ങനെ കാര്യങ്ങളൊക്കെ മനസ്സിലായി. 2, ആ മൈൻഡ് സെറ്റാണ്. അയാളുടെ മൈൻഡ് സെറ്റ് വെച്ച് കഴിഞ്ഞാൽ അയാൾ പോഡ്കാസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് അയാളുടെ സ്പോർട്ടാണ്, അയാളങ്ങനെ കാണുന്നതിനെ. അയാൾ കളിക്കുന്ന സ്പോർട്ടിൽ അയാൾ നമ്പർ 1 ആയിരിക്കുന്ന ആൾക്ക് വാശിയാണ്. നമ്പർ 1, നോട്ട് നമ്പർ 2, നോട്ട് നമ്പർ 10, ടോപ്പ് 10, നോ, നമ്പർ 1. അങ്ങനെ മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാരാണ് ഹ്യൂജ് സക്സസ് നേടുക. അപ്പോൾ രാജ് ശമാനി നിങ്ങൾക്ക് യൂട്യൂബിൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. അപ്പോൾ ഹി ഹാസ് ബീൻ എ ഗുഡ് ഇൻസ്പിറേഷൻ ഫോർ മീ. യാ. അപ്പോൾ നിങ്ങൾ വായിച്ചിട്ടില്ലെങ്കിൽ ആ ബുക്ക് ഒന്ന് ജസ്റ്റ് ചെക്കൗട്ട് ചെയ്യാം. രാജ് ശമാനി, ബിൽഡ് ഡോണ്ട് ടോക്ക്. അപ്പോൾ ദാറ്റ്സ് ഓൾ. താങ്ക് യു.